കൊച്ചിയിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് വീഡിയോ നമ്പർ 2. പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു വിഷ്വൽ ബ്യൂട്ടി കാണാൻ പറ്റുന്ന സ്പോട്ട്. വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് മാന്ത്രികൻ. കണ്ടതും കേട്ടതും മനോഹരമെങ്കിൽ ഇനിയും കാണാൻ പോകുന്ന അതിമനോഹരമായിരിക്കും. അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളായിട്ട് സൺഡേ റെസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് അരീക്കൽ വാട്ടർഫോൾസിലോട്ട്. അപ്പോൾ എന്തായാലും ഞാനുണ്ട്, വൈശാവുണ്ട്, അരുണുണ്ട്, ഇതുജാനുണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചായ കുടിച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ വന്നതിന് ശേഷം ഒരാൾക്ക് 20 രൂപ എന്ന നിരക്കിലാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ആവുന്നത്. കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്തുള്ളവർക്ക് കപ്പിൾസ് ആയിട്ടോ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ എത്താൻ സാധിക്കും. കറക്റ്റ് 37 കിലോമീറ്റർ ആണ് കൊച്ചിയിൽ നിന്നുള്ളത്. ഈ ഒരു സൈഡ് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നിറച്ച ആളാണ് ഇന്ന്, നല്ല ക്രൗഡുണ്ട്. വേനൽ മഴ പെയ്തു കഴിഞ്ഞത് കൊണ്ടാണോ അതോ ഹോളിഡേ ആയതുകൊണ്ടാണോ ഇത്ര ആളെന്ന് എനിക്കറിയില്ല. പക്ഷെ വെള്ളവും നല്ല ആളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതുപോലെ സാധിച്ചിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു സ്ഥലങ്ങളിൽ ഒന്നായ കേരളത്തിലെ തന്നെ മെട്രോ സിറ്റിയായ കൊച്ചി വന്നിട്ട് ഇത്രയ്ക്ക് പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞാൻ വണ്ടർ അടിച്ച് നിന്നുപോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലങ്ങ് ചാടി ഒന്ന് വൈബാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂട്ടത്തിനിടയിലോട്ട് വേണ്ട ഇറങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ വൈശാഖ് ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അരുണ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാർ അരുണ് ഇറങ്ങുന്നത്. അവിടെ ഞാനും ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഗോപുരം കൊണ്ടാണ് കേട്ടോ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സീനാണ്, നല്ല ക്രൗഡ് ഉള്ളതുകൊണ്ട് തന്നെ എങ്കിലും സേഫായിട്ട് ഇറങ്ങാൻ നോക്കണം. അങ്ങനെ റോഡ് കയറാനുള്ള സമയത്താണ് ക്യാമറ ഞങ്ങൾ വന്നതുപോലെ ഈവനിങ് സമയം വരികയാണെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ കുറച്ചുകൂടെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓരോ യാത്രയും വളരെയേറെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുകയാണ് ഓരോരുത്തർക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു യാത്രയിൽ വളരെയേറെ സന്തോഷമുണ്ടാകാൻ കാരണം എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നിരുന്നെങ്കിൽ ഇത്രയേറെ എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് വളരെയേറെ സന്തോഷമായി. ഒരിക്കലും മറക്കാനാകാത്ത ഒരു മെമ്മറബിൾ ഡേ ആയിട്ട് എനിക്കിതിനെ മാറ്റാൻ സാധിച്ചെങ്കിൽ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനും അതിലേറെ വളരെയേറെ പങ്കുണ്ട്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒറ്റയ്ക്കുള്ള സോളോ റൈഡ് പലരും ഇഷ്ടമാകുന്നുണ്ടായിരിക്കും. പക്ഷേ ചില സൗഹൃദങ്ങളോടുള്ള യാത്ര വളരെയേറെ മാറ്റുരയ്ക്കുന്നതും അതിനോടൊപ്പം തന്നെ നമുക്ക് പല മെമ്മറബിളായിട്ടുള്ള മൊമെന്റ് സമ്മാനിക്കുന്നതുമായിരിക്കും. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ എന്തേ എൽജേട്ടനാണെങ്കിൽ പാറക്കൂടെ നിരങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടുന്ന് നേരെ വഴുകി വന്ന് വെള്ളത്തിലോട്ട് വീഴാനുള്ള ശ്രമമാണ്. ആ വീഴുന്ന വീഴ്ചയാണ് മോനെ കാണേണ്ടത്. അങ്ങനെ ഞാനും അരുൺകുമാറും കുൽബ്രോയോട് ഒന്നിച്ച് ഒരേപോലെ താഴേക്ക് വഴുതി പോകാമെന്ന് വെച്ചു. ഇപ്പോഴാണ് നിങ്ങൾക്ക് കാണേണ്ട ഒരു കാഴ്ച. വേറൊന്നുമല്ല, കുൽബ്രോയ്ക്ക് ചെറിയൊരു വടി കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. വന്ന വരവിന് ഞാനും അരുൺകുമാറും സേഫ് ലാൻഡ് ആയപ്പോൾ കുൽബ്രോയ്ക്ക് ചെറിയൊരു വടി കിട്ടി. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലേ. വന്ന് വീണത് നേരെ ഒരു വലിയ പാറയിലോട്ടായിരുന്നു. ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടൊരു ഡൽഹിയിലുള്ള സുഹൃത്താണ് കേട്ടോ. പേര് പറഞ്ഞോ? അക്കനാമത്തോ रवि शेखावत. रवि शेखावत क्या है? माय यूट्यूब चैनल इज रवि शेखावत. ഓ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാണ് പുള്ളിയുടെ ചാനലിൽ. അത് എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. ഓക്കെ,
ഒരു തണ്ട വൈവുമായിട്ട് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത് നമ്മുടെ ഏത് ഗുരുവായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു തണ്ട വൈവുമായിട്ട് മാറിയിരിക്കുന്ന ഗുൽബ്രോയും ബാക്കി ഞങ്ങൾ. അങ്ങനെ വീണ്ടും ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി അടിപൊളിയായിട്ട് വൈവായിട്ട് ഓടായിട്ടിരുന്നു. പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു വോയിസ് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ. തോർത്തില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് തോർത്തുന്നത്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വിളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ തോർത്തൊന്നുമില്ല. അതെ, ചെറിയ പേരെന്തായിരുന്നു? അക്ഷയ്. അവസാനം കണ്ടാണ് എന്തിനും കണ്ടത് സന്തോഷം. ഓക്കെ ഗായ്സ്, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ട് ഫ്രണ്ടിലുള്ള ബജ്ജിക്കടയിൽ ചെറുതായിട്ടൊന്ന് ബജ്ജി കഴിച്ച്. ചൂട് ബജ്ജിയാണ് ഇപ്പോൾ എടുത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല എണ്ണയുണ്ട്. അങ്ങനെ കൊച്ചിയിലെ വീഡിയോ നമ്പർ 2 ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. വൺ ഡേ ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര്, കൊച്ചിയിൽ നിലവിൽ പഠിക്കുന്നവരായിക്കോട്ടെ ജോലിയുള്ളവരായിക്കോട്ടെ, എന്തായാലും നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്. മറക്കാതെ സബ്ബടിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക.